ബന്ധു നിയമന കേസിൽ ഇ.പി. ജയരാജനെതിരായ കേസ് വിജിലൻസ് അവസാനിപ്പിക്കുന്നുവെന്ന പുതിയ വാർത്തയാണ് ലഭിക്കുന്നത്. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സാലി, ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും അനുകൂലമായ റിപ്പോർട്ടാണല്ലോ സമർപ്പിച്ചത്. എന്താണ് നിലവിലെ സാഹചര്യം? ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇ.പി. ജയരാജൻ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയുടെ വാദം കഴിഞ്ഞ ദിവസങ്ങൾ നടക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നടപടിക്രമമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ ഇ.പി. ജയരാജനെതിരെ കേസ് നിലനിൽക്കില്ല എന്ന വിജിലൻസ് ഒരു സത്യവാങ്മൂലമായി ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇന്നലെ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വിജിലൻസ് പറഞ്ഞത് കേസിൽ കഴമ്പില്ല, അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇത് വരില്ല, ആരെങ്കിലും സുധീർ നമ്പ്യാറോ ഇ.പി. ജയരാജനോ മറ്റാരെങ്കിലുമോ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള നേട്ടം ഉണ്ടാക്കിയതായി കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിശദമായ റിപ്പോർട്ടാണ് സത്യവാങ്മൂലമായി ഇന്നലെ സമർപ്പിച്ചത്. ഇന്നലെ കേസ് കോടതി പരിഗണിച്ചിരുന്നില്ല. ആ കേസ് ഇന്നാണ് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. ആ കേസ് പരിഗണനയ്ക്ക് എത്തിയപ്പോഴാണ് ഇക്കാര്യം വിജിലൻസ് അറിയിച്ചിരിക്കുന്നത്. അതായത് ബന്ധു നിയമന കേസ് ഇ.പി. ജയരാജനെതിരെ കേസെടുത്തതിൽ തെറ്റ് ബോധ്യപ്പെട്ടു എന്നാണ് വിജിലൻസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അതായത് അത്തരം ഒരു കേസ് നിലനിൽക്കുന്നതല്ല. ഇന്നലെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണെന്ന് വിജിലൻസ് കോടതി പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് വിജിലൻസിന്റെ നടപടിക്കെതിരെ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ആർക്ക് വേണ്ടിയാണ് കേസ് എടുത്തത് എന്നാണ് കോടതി ചോദിച്ചത്. രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്ക് വേണ്ടിയാണോ കേസെടുക്കുന്നത്? അങ്ങനെ ആവാൻ പാടില്ല. ജനവികാരം മാത്രം പരിഗണിച്ചോ അല്ലെങ്കിൽ ജനവികാരം കണക്കിലെടുത്തോ ജനവികാരം സമീപിക്കാനോ ഒന്നും കേസെടുക്കാനാവില്ല എന്ന് കോടതി വിജിലൻസിനോട് പറഞ്ഞു. ഈ വിജിലൻസിന്റെ നിയമവും സംബന്ധിച്ച് കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. കേസെടുക്കുന്നത് സംബന്ധിച്ച് അത്തരം നടപടിക്രമങ്ങൾ എല്ലാം നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വേണം വിജിലൻസ് നടപ്പാക്കാൻ എന്നും കോടതി വിജിലൻസിനെ ഓർമ്മിപ്പിച്ചു. അപ്പോഴാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തും എന്ന് പ്രോസിക്യൂഷന് വേണ്ടി സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിക്കുകയും ചെയ്തു. ഏതായാലും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജിലൻസ് ഇ.പി. ജയരാജനെതിരെ എടുത്ത കേസും അന്വേഷണവും അവസാനിപ്പിക്കുന്നു എന്ന സൂചനയാണ് ഹൈക്കോടതി നൽകിയത്. കേസ് അടുത്ത മാസം 6 മാറ്റിയിട്ടുണ്ട്. അന്നാവും ഇക്കാര്യത്തിൽ കോടതി ഒരു അന്തിമ വിധി പറയുക. അതായത് ഇക്കാര്യത്തിൽ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിയിട്ടില്ല, ബന്ധുക്കൾ വഴി നേട്ടമുണ്ടാക്കിയിട്ടില്ല, അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്, സത്യവാങ്മൂലമാണ് വിജിലൻസ് കോടതിയിൽ നൽകുകയും ചെയ്തിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ആ സാഹചര്യത്തിൽ കൂടിയാണോ ഇനി കേസുമായി മുന്നോട്ട് പോകുന്നില്ല, എല്ലാ സാങ്കേതിക നടപടിക്രമങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന തീരുമാനത്തിലെത്തിയത്? തീർച്ചയായും. കാരണം മുൻപ് കേസ് ഒരിക്കൽ പരിഗണിച്ചപ്പോൾ തന്നെ ഈ കേസിന്റെ നടത്തിപ്പും അല്ലെങ്കിൽ കേസിന്റെ നിലനിൽപ്പും ഒക്കെ സംബന്ധിച്ച് കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കുകയും അതിനെ തുടർന്ന് ഈ കേസിന്റെ എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി ഏതാണ്ട് 2 മാസം മുമ്പ് തന്നെ റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങളും വിജിലൻസ് മുന്നോട്ട് കൊണ്ടുപോയില്ല. പിന്നീട് വീണ്ടും കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെ ഇന്നലെ വളരെ വിശദമായ സത്യവാങ്മൂലം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ കുറ്റം ബോധ്യപ്പെടാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാനാവുന്നതല്ല ഈ സംഭവം എന്ന് വളരെ വ്യക്തമായി വിജിലൻസ് കോടതി അറിയിച്ചു. മാത്രമല്ല കേസിൽ യാതൊരു കഴമ്പുമില്ല. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ സുധീർ നമ്പ്യാറോ ഇ.പി. ജയരാജനോ മറ്റാരെങ്കിലുമോ സാമ്പത്തികമോ അല്ലാതെയോ ഉള്ള എന്തെങ്കിലും നേട്ടം ഈ നിയമനം വഴി ഉണ്ടാക്കിയിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു വിജിലൻസ്. മാത്രമല്ല സുധീർ നമ്പ്യാർ ചുമതലയേൽക്കുകയോ തുടർ നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അത്തരമൊക്കെ സാഹചര്യത്തിൽ ഇനി കേസുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാട് തന്നെയായിരുന്നു വിജിലൻസ് ഇന്നലെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലുള്ളത്. അതിന്റെ ചുവട് പിടിച്ചുള്ള ഒരു നിലപാട് തന്നെയാണ് വിജിലൻസിന്റെ അഭിഭാഷകൻ ഇന്ന് ഓപ്പൺ കോടതിയിൽ സ്വീകരിച്ചത്. അപ്പോഴാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞത്. അതായത് വെറുതെ ആർക്കെങ്കിലും വേണ്ടി കേസെടുക്കാനാവില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ മാധ്യമങ്ങളെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കേസെടുക്കരുത്, ജനവികാരം ശമിപ്പിക്കാൻ വേണ്ടി കേസെടുക്കരുത്. ഇതിനൊക്കെ കൃത്യമായ നിയമവും നടപടിക്രമവും രാജ്യത്തുണ്ട് വിജിലൻസിന്റെ നിയമം സംബന്ധിച്ച്. അത് വിജിലൻസിന് ഓർമ്മ വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. 6 ഇക്കാര്യത്തിൽ വിധി പറയും എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. സാലി, അതായത് എല്ലാ നടപടിക്രമങ്ങളും അവസാനിപ്പിക്കുകയാണോ ഇതുമായി ബന്ധപ്പെട്ട്? ഔദ്യോഗികമായി വിജിലൻസ് ഇക്കാര്യം കോടതി ഇതുവരെ അറിയിച്ചിട്ടില്ല. അതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഇന്ന് കോടതിയിൽ നടന്ന വാദങ്ങൾക്കിടെ ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇത് ഇനി മുന്നോട്ട് പോകാൻ
വിജിലൻസിന് താല്പര്യമില്ല. കാരണം ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടെത്താൻ ഈ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല. നിയമപരമല്ലായിരുന്നു അവരുടെ നടപടിക്രമങ്ങൾ എന്ന് വിജിലൻസിന് തന്നെ ബോധ്യപ്പെട്ടു എന്നാണ് ഇന്ന് നടന്ന വാദത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. കോടതിയുടെ കമന്റുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയക്കാരി മാധ്യമങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും എടുക്കുന്ന സമീപനം ഉണ്ടാകുന്നത്. ആർക്ക് വേണ്ടിയാണ് ഈ കേസ് എടുത്തത് എന്നാണ് ജസ്റ്റിസ് ഉബൈദ് ഒരു ഘട്ടത്തിൽ വിജിലൻസിന്റെ അഭിഭാഷകനോട് ചോദിച്ചത്. ജനവികാരം ശമിപ്പിക്കാനും ജനവികാരം കണക്കിലെടുത്തും ഒക്കെ കേസ് എടുക്കുന്ന രീതി ശരിയല്ല, വിജിലൻസിന് പ്രത്യേക നിയമമുണ്ട് തുടങ്ങിയ കോടതിയുടെ പരാമർശങ്ങൾ വിരൽ ചൂണ്ടുന്നതും ഈ കേസ് ഏതാണ്ട് അവസാനിക്കുന്നു എന്ന മട്ടിലേക്ക് തന്നെയാണ്. തുടരുക. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഏറെ നിർണായകമായ ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. EP ജയരാജനെതിരായ കേസ് മുന്നോട്ട് പോകുന്നില്ല, തുടർന്ന് അവസാനിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും ഒക്കെ ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലാണ്. കാരണം അദ്ദേഹം വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയിട്ടില്ല, ബന്ധുത്വം വഴിയോ നേട്ടമുണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന സത്യവാങ്മൂലമാണ് നൽകിയത്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. എങ്ങനെയാണ് കാണുന്നത് പൊതുവിൽ? അല്ല, ഈ കേസിനെ സംബന്ധിച്ച് കോടതിയുടെ നിരീക്ഷണം ഒരളവോളം പ്രതീക്ഷിതമായിരുന്നു. കോടതികൾ പലപ്പോഴും ധാർമ്മിക സദാചാര രംഗങ്ങളെ അല്ല കൂടുതലും, മറിച്ച് കേസിന്റെ കേസ് അതിന്റെ ശരികൾ തീരുമാനിക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കോടതിയെ സംബന്ധിച്ചോളം ബന്ധു എന്ന് പറഞ്ഞാൽ രക്തബന്ധുവാണ്. അപ്പം ഇതിനകത്ത് EP ജയരാജനും സുധീർ നമ്പ്യാരും രക്തബന്ധമില്ല, അതുകൊണ്ട് ബന്ധത്തിന്റെ പ്രശ്നമില്ല എന്ന് കോടതി തീരുമാനിക്കുന്നു. പിന്നെ ഇതിനകത്ത് സ്വാധീനിക്കുന്ന ഘടകം പണത്തിന്റെ ഇടപാടാണ്. കൈക്കൂലി പോലെ പണമോ അത്തരം ഇടപാടുകളില്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ രണ്ട് കാരണങ്ങളാൽ ഇതിനകത്ത് നിലനിൽക്കാവുന്ന ഒരു കേസില്ല എന്ന് കോടതി കണ്ടെത്തുമ്പോൾ നിയമം വ്യവഹരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനത്തിലെത്തുന്ന കോടതിയുടെ വ്യവഹാര രീതിയിൽ അത് ശരിയാണ്. പക്ഷേ അത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്ക് പോയി സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ കോൺഗ്രസ് ഇത്തരം ഒരു വിധി കൊണ്ട് സമാധാനിക്കുകയും അവരെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ഇത് മാത്രമല്ല, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാർമ്മികവും സദാചാരപരവുമായ ഒരു സമീപനം കൂടി അളവുകോലായി വരും. കോടതിയുടെ നിഗമനങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ്, അതിന്റെ ആവശ്യവും കോടതിക്കില്ല. അങ്ങനെ വരുമ്പം എന്താണ് സംഭവിക്കുക? രണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ മകന് വേണ്ടി മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്തു എന്ന നിലയ്ക്ക് പാർട്ടി അത് കാണുന്നു. ഇതാണ് പാർട്ടിയുടെ നിലവാരത്തിലുള്ള അന്വേഷണത്തിന്റെയും കോടതിയുടെ നിലവാരത്തിലുള്ള അന്വേഷണത്തിന്റെയും സവിശേഷ വ്യത്യസ്തതകൾ. പാർട്ടിക്ക് കുറെ കൂടി ആഴത്തിലേക്ക് ജനകീയമായി തന്നെ ജനകീയ രീതിയിൽ ജനകീയ നീതി നടപ്പാക്കാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണിത്. അതുകൊണ്ട് കോടതി പറഞ്ഞ ശരിയായിരിക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ നടപടിയും ഇക്കാര്യത്തിൽ ശരിയാണ്. രണ്ട് യുക്തികളാണ് രണ്ട് സ്ഥാപനങ്ങൾ കൈക്കൊള്ളുന്നത്. തുടരുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ഇതിന്റെ വിവിധങ്ങളായ വശങ്ങളെ വിവിധ തരത്തിലൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, നിയമവശങ്ങളൊക്കെ അടക്കം. നിങ്ങളടക്കമുള്ളവർ പലതരത്തിൽ ഇതിന്റെ സാധുതയും സാധ്യത എങ്ങനെയാണ് നിലവിൽ കാണാനാവുക? കാരണം കുറ്റസമ്മതം പോലെയാണ് ഒരർത്ഥത്തിൽ വിജിലൻസ് കേസെടുത്തതിന്റെ തെറ്റു മനസ്സിലായി എന്ന തരത്തിൽ. നമുക്കറിയാം ഇന്നലെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതും ഇതിനെയൊക്കെ സാധൂകരിക്കുന്ന തരത്തിലായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ, അത് അനാവശ്യവും അപ്രസക്തവും നിലനിൽക്കാത്തതുമായ ഒരു ആരോപണമാണ് EPക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് എന്ന നിലപാട് ആദ്യമേ സ്വീകരിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. എല്ലാവരും ചേർന്ന് EPയെ പുറത്താക്കണം, ശിക്ഷിക്കണം, വലിയൊരു പാതകം അദ്ദേഹം ചെയ്തു എന്ന മട്ടാണ് കാര്യങ്ങൾ നീങ്ങിയത്. പാർട്ടി പോലും ശരിയായ രീതിയിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്തില്ല എന്ന ആക്ഷേപം ഒരു ഘട്ടത്തിൽ ഞാൻ ഉന്നയിച്ചിരുന്നു. ഇത് അത്ര പ്രമാദമായ ഒരു അഴിമതി, നമ്മൾ നിരവധി അഴിമതിയുടെ കഥകൾ കണ്ടും കേട്ടുമാണ് ഇപ്പോൾ ഈ പുതിയ ഭരണത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഒരു സംവിധാനത്തിൽ മറ്റ് യാതൊന്നും ചൂണ്ടിക്കാണിക്കാനിടയില്ലാതെ വന്നപ്പോൾ ബന്ധു നിയമനം എന്ന വലിയ ഒരു കാര്യം, വലിയ പാതകം എന്ന രീതിയിൽ അവതരിപ്പിച്ചു. ആ EP ജയരാജൻ എന്ന സമുന്നതനായ നേതാവ് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു, മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് ആരോപണം ഉന്നയിച്ചവരും വിചാരണ ചെയ്തവരും പറയുന്നു ഇതിൽ കുറ്റമൊന്നുമില്ല. EP പൂർണ്ണമായും, സാങ്കേതിക കാരണം കൊണ്ടല്ല, പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിലെ ധാർമ്മികത മുൻനിർത്തി അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞുകൂടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ധാർമ്മികമായ ഉത്തരവാദികൾ ആരാണ്? കാരണം ഇവരിപ്പോൾ കുറ്റസമ്മതം നടത്തുകയാണല്ലോ. അതെ, എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ
അവർക്ക് ശക്തി കുറവായിരിക്കും, ദുർബലരാണ്. കാരണം അവരെ ഏത് രീതിയിലും ഒരു ആരോപണം ഉന്നയിച്ച് കീഴ്പ്പെടുത്താൻ കഴിയും, വീഴ്ത്താൻ കഴിയും. ഇപിക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. ധാർമ്മികമായ ആ ഒരു മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിക്ക് സന്നദ്ധനായി. ആ രാജി സ്വീകരിക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം പരിഭവമില്ലാതെ ആരെയും കുറ്റപ്പെടുത്താതെ അദ്ദേഹം പുറത്തു നിൽക്കുന്നു. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇപിക്ക് എന്തെങ്കിലും നഷ്ടമായോ എന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടത് ജനകീയ സ്വഭാവമുള്ള, കാര്യക്ഷമതയുള്ള ഒരു മന്ത്രിയെ നഷ്ടപ്പെട്ടു. അതാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അല്പം വീണ്ടും വിചാരം ഉണ്ടാകുന്നത് നല്ലതാണ്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുരംഗത്തെ മലീവസമാക്കുന്ന രീതി ശരിയാണോ എന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കേസ് അവസാനിപ്പിക്കുകയാണ് എന്ന് വിജിലൻസ് കോടതിയിൽ അറിയിക്കുമ്പോൾ, സത്യവാങ്മൂലം ഇന്നലെ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതിന്റെ ഒരു നിയമ സാധ്യതയും സാധുതയും എങ്ങനെയാണ് താങ്കൾ കാണുന്നത് നിലവിൽ? അല്ല, ഇതോടെ ഈ കേസ് അവസാനിക്കും. അത്രയില് കോടതിക്ക് ചെയ്യാൻ കഴിയുള്ളൂ, വിജിലൻസിനും അത് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് നമുക്കിത് മറക്കുകയും ചെയ്യാം. അപ്പോഴും ഒരു നഷ്ടം സംഭവിച്ച ഒരാളായി ഇപി അവിടെ നിൽക്കുന്നു. ഒരു മന്ത്രിയെ നഷ്ടബോധത്തോടെ LDF ഇവിടെ നിൽക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ പ്രതികരിച്ചതിന്. ഭാസ്കരേന്ദ്ര ബാബു അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിൽ നിലവിൽ തുടരുന്നുണ്ട്. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഏറ്റവും കാതലായ പ്രശ്നം ഈ പറഞ്ഞതുപോലെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ധാർമ്മികത മാത്രം മുന്നിൽ നിർത്തി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം രാജിവെച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഈ പുതിയ റിപ്പോർട്ട് വരുമ്പോൾ വിജിലൻസ് തന്നെ ഇത്തരത്തിലൊരു കുറ്റസമ്മത രൂപേണ ഇങ്ങനെ കോടതിയിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നിലവിൽ നമുക്ക് കാണാനാവുക? കോടതിയുടെ വിധി ആത്യന്തികമായ വിധിയാണെന്നും അത് ജനകീയ വികാരങ്ങളുടെ പ്രതീകമാണെന്നും ഒക്കെ ധരിക്കുന്നത് കൊണ്ടാണ് സെബാസ്റ്റ്യൻ പോൾ ഇങ്ങനെ സംസാരിച്ചത്. അങ്ങനെയല്ല അത് കാരണം ഈ രണ്ട് നിയമനങ്ങളിലും അദ്ദേഹത്തിന്റെ രണ്ട് ബന്ധുക്കളുടെ നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാന രീതികൾ പിന്തുടർന്നോ എന്ന് ചോദിച്ചാൽ പിന്തുടർന്നിട്ടില്ല. അതിപ്പോഴും പിന്തുടർന്നിട്ടില്ല. കോടതി അത് പരിശോധിക്കേണ്ട കാര്യവുമില്ല. കോടതിയിൽ വന്നിരിക്കുന്നത് എന്താണ്? ബന്ധു നിയമനം നടത്തി, അതാണ്. എന്നാൽ സുധീർ നമ്പ്യാർക്ക് അവശ്യം വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നോ? മറ്റു ചില നിയമനങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. ആ നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് അദ്ദേഹം ബന്ധുത്വം തന്നെയാണ് കണക്കിലെടുത്തിരുന്നത്. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെ കണക്കിലെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് വേറൊരു കാര്യം. അങ്ങനെ കണക്കിലെടുത്തു, അത് തെറ്റിപ്പോയി എന്ന് അദ്ദേഹം തന്നെ കേന്ദ്ര കമ്മിറ്റിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ജനകീയ സ്വഭാവത്തോടു കൂടിയ നീതി അത് ചില പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്നു. അത് പാർട്ടിയുടെ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ബോധമാണ് ഉയർത്തിപ്പിടിക്കുന്നു. സാങ്കേതിക അർത്ഥത്തിൽ തന്നെയാണ് കോടതി ഇതിനെ കണ്ടത്. കോടതിക്ക് അതേ കാണേണ്ടു. കോടതിക്ക് തെളിവുകൾ മാത്രമാണ് തോന്നുന്നത്. സത്യം തെളിയിക്കുന്ന സ്ഥലമല്ല കോടതി, കുറ്റം തെളിയിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ശരിയല്ല. അങ്ങനെ വരുമ്പം അതിനപ്പുറത്ത് സാമാന്യ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനകീയ വികാരങ്ങളുടെ പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരിൽ സാധാരണക്കാർ ആഗ്രഹിക്കുന്നതെന്തോ അത് പാർട്ടി കണ്ടെത്തി പരിഹരിച്ചു. അത് കാണേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നിയമ കോടതികൾക്കില്ല. അവരത് കണ്ടതുമില്ല, അന്വേഷിച്ചതുമില്ല. അപ്പൊ രണ്ടു തരം നീതിയുടെ വ്യത്യസ്തത ഇവിടെയുണ്ട്. അതിനകത്ത് ഞാൻ പറഞ്ഞത് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന നീതിയാണ് ഒരു കോടതി ഉയർത്തിപ്പിടിക്കുന്ന നീതിബോധത്തെക്കാൾ മികച്ചത് എന്നത് മാത്രമാണ്. മറ്റൊന്ന് കോടതിയുടെ ഒരു നിരീക്ഷണമാണ്, ഉപദേശ രൂപേണ നൽകിയ നിർദ്ദേശവുമാണ്. കാരണം ഈ മാധ്യമങ്ങൾക്കും പുറത്തുള്ള സമ്മർദ്ദങ്ങൾക്കും വേണ്ടി കേസെടുക്കരുത്, അങ്ങനെ പ്രവർത്തിക്കരുത് എന്ന തരത്തിൽ. ഇതേ കോടതി തന്നെ ഈ ധാർമ്മിക ബോധത്തെ കുറിച്ചൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്തൊന്നും വലിയ കാര്യമില്ല. കോടതി അന്തിമ നീതിയുടെ സ്ഥലമായി തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഉയർന്ന കോടതികൾ ആവശ്യമേ ഇല്ലല്ലോ. ഒരൊറ്റ കോടതി കൊണ്ട് പ്രശ്നം പരിഹരിക്കാവുന്നതാണല്ലോ. അങ്ങനെയല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഏറ്റവും ഉന്നതമായ കോടതി ആയ സുപ്രീം കോടതി എത്തിയത് എന്ത് ചെയ്യും? കണ്ണന്റെ കേസ് കണ്ടില്ലേ? അത് സെബാസ്റ്റ്യൻ പോൾ സാറിനും അറിയാവുന്നതാണല്ലോ. ആ അർത്ഥത്തിൽ അവർക്ക് തെറ്റുപറ്റിയാൽ എന്ത് ചെയ്യും? അനുഭവിക്കുക തന്നെ. അപ്പം കോടതി വിധികളുടെ പരിമിതികൾ മനസ്സിലാക്കാൻ ഒരു പക്ഷേ പാർട്ടി തീരുമാനങ്ങൾക്ക് കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. കോടതി തിരിച്ചും പറഞ്ഞിട്ടുള്ള കേസുകൾ എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അതിന് വലിയ അർത്ഥം ഞാൻ കൽപ്പിക്കുന്നില്ല. വളരെ നന്ദി ഭാസ്കരേന്ദ്ര ബാബു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇ.പി. ജയരാജനെതിരായ കേസ് അവസാനിപ്പിക്കുന്നു. കോടതിയിൽ ഇന്നലെ സത്യവാങ്മൂലം നൽകിയതും വിജിലൻസ് ഇത്തരത്തിലായിരുന്നു. വ്യക്തിപരമായ അദ്ദേഹം നേട്ടം ഉണ്ടാക്കിയിട്ടില്ല, ബന്ധുത്വം കൊണ്ടോ ബന്ധുബലം കൊണ്ടോ അദ്ദേഹം നേട്ടം ഉണ്ടാക്കിയിട്ടില്ല എന്ന തരത്തിലാണ് ഈ കേസാണ്. ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളുമാണ് നിലവിൽ അവസാനിപ്പിച്ചു എന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പി.കെ. ശ്രീമതി ടീച്ചർ കൂടി നിലവിൽ ചേരുന്നുണ്ട്. ടീച്ചർ എങ്ങനെയാണ് കാണുന്നതിനെ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ചില നിരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് മീഡിയയിലൂടെ പുറത്തു വരുന്നത്. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ വിജിലൻസിന് ഇത് പോകാം, വിജിലൻസിന്റെ ചുമതല എന്താണ്, അത് ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള നിരീക്ഷണം ആണ് ഹൈക്കോടതി ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിപ്പം അതിനെ സംബന്ധിച്ച് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിരീക്ഷണത്തെ സംബന്ധിച്ച് ഇപ്പൊ എന്തൊരു അഭിപ്രായം പറയാനാണുള്ളത്? വിധി വന്നില്ല. അപ്പോ ഹൈക്കോടതി വിജിലൻസ് ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ മാത്രം എന്താണ് ഉണ്ടായത് എന്നുള്ള വിജിലൻസിന്റെ ചുമതലയിൽപ്പെട്ടതാണോ എന്നെല്ലാമുള്ള നല്ല ശക്തമായ നിരീക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നല്ലേ നമ്മൾ എല്ലാവരും പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഞാൻ ഇതിനു മുൻപും ഈ വിഷയത്തെ സംബന്ധിച്ച് അങ്ങനെ പ്രതികരിക്കാൻ മീഡിയയിൽ വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ എന്റെ മകനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് മറ്റൊന്നും പറയാൻ ഇപ്പോ ഒരു പ്രതികരണം ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വിധി ഇനിയും വരട്ടെ, അതല്ലേ നല്ലത്. ടീച്ചർ, ഇക്കാര്യത്തിൽ പ്രാഥമികമായ, അതായത് വാക്കാലുള്ള നിരീക്ഷണങ്ങളാണ് വന്നിട്ടുള്ള, അന്തിമ വിധി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വിധി വരുന്നതിന് മുമ്പ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ മീഡിയയിലൂടെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. വിജിലൻസിന്റെ സമീപനത്തിനെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മീഡിയയിലൂടെ കേട്ടത്. ഇനി അതിലെന്താണ് അതിപ്പോ അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് നമുക്ക് നാളെ അതിന്റെ രേഖയിലും കിട്ടുമ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. എല്ലാ മീഡിയയിലും വരുന്നത് അങ്ങനെ വിജിലൻസിന്റെ സമീപനം, ഇനി അത് വിജിലൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്ക് കാത്തിരിക്കാൻ ഇത്രയും നാളെ ഇത്രയും മാസം കാത്തിരുന്നില്ലേ. വളരെ നന്ദി. ശ്രീമതി ടീച്ചറാണ് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്.